In this video, we are going to solve another problem from moment of inertia. This problem is once asked in university examination under 2014 scheme of KTU. Okay, we need to find the moment of inertia of the composite section shown in figure. This is the figure shown in figure through its centroidal axis. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് എവിടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അന്വേഷിക്കണം. ത്രൂ ദ ബേസ് ഉണ്ടാവും. നമ്മൾ ഫിഗറിൽ തന്നിരിക്കുന്ന ആക്സിസ് എവിടെയാണോ അവിടെ കണ്ടുപിടിക്കാനും ചോദിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അങ്ങനെ ആവുമ്പോൾ ഇങ്ങനത്തെ കേസിൽ സെൻട്രോയിഡിലുള്ള മൂവ്മെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട കേസാവുമ്പോൾ നമുക്ക് ആദ്യം സെൻട്രോയിഡ് എവിടെയെന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ മാത്രമേ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫിഗർ. ദാറ്റ് ഈസ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ. ഒരു ഫുൾ റെക്റ്റാങ്കിളിന് 2 സെമി സർക്കിൾ കട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ത്രൂ ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. 12 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത്. റേഡിയസ് ഓഫ് സെമി സർക്കിൾ കട്ട് ചെയ്തിട്ടുള്ള റേഡിയസ് ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ്. മുകളിൽ നിന്ന് താഴേക്കുള്ള ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. താഴത്തു നിന്നുള്ള ഹൈറ്റും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇഫ് യു നീഡ് ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫസ്റ്റ് വി നീഡ് ടു ഫിക്സ് ദ ആക്സിസ്. ഏറ്റവും ബോട്ടത്തിൽ എക്സ് ആക്സിസിലും ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ ഞാൻ വൈ ആക്സിസും കൺസിഡർ ചെയ്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യണം. ഈ ആക്സിസ് എവിടെ വേണമെങ്കിലും നമുക്ക് വരക്കാം. ഇനി ഇത് സെൻട്രോയിഡ് കൂടെ സിമെട്രിക്കൽ ഫിഗർ ആയതുകൊണ്ട് സിമെട്രി കൂടെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ആക്സിസിനെ റെഫർ ചെയ്തിട്ടാണ് വാല്യൂസ് എഴുതുക എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും ബോട്ടത്തിലും ഒന്ന് ഏറ്റവും ലെഫ്റ്റ് കോർണറിലും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഫിഗേഴ്സായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഈ ഫുൾ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന ഈ ഫുൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ്. അതിന് ഈ രണ്ടാമത്തെ സെമി സർക്കിളും മൂന്നാമത്തെ സെമി സർക്കിളും കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിനെ 3 ഫിഗേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഫുൾ റെക്റ്റാങ്കിൾ, പിന്നൊന്നത് ഈ സെമി സർക്കിള്, രണ്ടാമത്തത് ഇങ്ങനെയുള്ള സെമി സർക്കിള്. ഓക്കെ, 3 ഫിഗേഴ്സായി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗറിനെ നമ്മൾക്ക് അറിയുന്ന ഫിഗേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്ത ഫിഗറിന് നമ്പറിങ് കൊടുക്കണം എന്ന് നിർബന്ധമാണ്. ഫൈനൽ ആൻസറിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇടയിലുള്ള ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ഇൻവിജിലേറ്റേഴ്സിന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിഗേഴ്സിന് നമ്പറിങ് കൊടുക്കണം. ഇനി നമ്മൾ മൊമെൻ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് ബാർ ഇസ് ഈക്വൽ ടു A1 x1 പ്ലസ് ആണോ വരിക? അല്ല, ഫസ്റ്റത്തെ ഈ റെക്റ്റാങ്കിളിന് ഈ ഒരു സെമി സർക്കിളും മറ്റേ സെമി സർക്കിളും കട്ട് ചെയ്ത് റിമൂവ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ മൈനസ് സിമ്പിളാണ് കൊടുക്കുക. ഓക്കെ, A2 x2 മൈനസ് മൂന്നാമത്തെ ഫിഗറും കട്ട് ചെയ്തു. അപ്പം മൂന്നാമത്തെ ഫിഗറിന് A3 x3 ഡിവൈഡഡ് ബൈ A1 താഴെയും മൈനസ് A2 മൂന്നാമത്തെ ഫിഗറും കട്ട് ചെയ്തുകൊണ്ട് മൈനസ് A3. ഇതുപോലെ വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്ത് വരും? വൈ ബാർ ഇസ് ഈക്വൽ ടു A1 y1 ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ മൈനസ് ആദ്യത്തെ സെമി സർക്കിൾ കട്ട് ചെയ്തു മൈനസ് A2 y2 മൈനസ് A3 y3 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 മൈനസ് A3. ക്ലിയർ അല്ലേ? പിന്നെ ആദ്യം x1 എന്താ, x2 എന്താ, x3 എന്താ, A2 എന്താ, A1 എന്താ, A3 എന്താ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണത് നമ്മൾ ഓരോ ഫിഗേഴ്സും ഇൻഡിവിജ്വലായിട്ട് എടുത്തു. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് എന്താ? ആ ഫുൾ റെക്റ്റാങ്കിളാണ്. ഫുൾ റെക്റ്റാങ്കിളിൻ്റെ സൈസ് എത്രയാണ്? ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇതിൻ്റെ റേഡിയസ് 4.5 ആണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 9 വരും. 4.5 ഇത് 3. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്? 9 + 6 ദാറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ഒരു ഫുൾ റെക്റ്റാങ്കിളിൻ്റെ
സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്. ഈ സെൻറ്ററിനെയാണ് നമ്മൾ x1 y1 എന്നുള്ള കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിലാണ് നമ്മൾ x1 y1 എന്ന് പറയുന്നത്. x1 എന്ന് പറയുന്നത് ഈ നമ്മളെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ദിസ് ഇസ് x1. ഈ ഹൈറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, y1. നമ്മളൊരു പോയിൻ്റ് കോർഡിനേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക അങ്ങനെയല്ല, x1 y1. അപ്പോൾ ഇവിടെ x1 ഇസ് ഈക്വൽ ടു 12ൻ്റെ പകുതി 6 സെൻറ്റിമീറ്റർ, y1 ഇസ് ഈക്വൽ ടു 15ൻ്റെ പകുതി 7.5 സെൻറ്റിമീറ്റർ. ദെൻ ഫസ്റ്റ് ഫിഗർ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് a1 വിച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 15 സെൻറ്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 180 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫസ്റ്റ് ഫിഗർ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ഫിഗർ, അതായത് x2 y2 a2 കണ്ടുപിടിക്കണം. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്ത ഫിഗർ ഈ സെമി സർക്കിൾ മാത്രമാണ്. ബാക്കിയുള്ള യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതൊക്കെ ആ ഫിഗറിലുള്ളതാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ സെക്കൻഡ് ഫിഗറാണ്. നമ്മൾ ആക്സിസ് നോർമലായിട്ടുള്ള ആക്സിസ് തന്നെ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ഏറ്റവും ബോട്ടത്തിൽ കൂടെ ഉള്ള എക്സ് ആക്സിസും ഏറ്റവും, അതായത് ബോട്ടത്തിൽ കൂടെ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗറിൻ്റെ അല്ല, മെയിൻ ഫിഗറിൻ്റെ ബോട്ടത്തിൽ കൂടെ ഉള്ള എക്സ് ആക്സിസിനെ റെഫറൻസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെ വരിക? നമുക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ സെൻട്രോയിഡ്, സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ സെൻറ്ററിൽ നിന്നും 4r/3π ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെൻട്രോയിഡ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4r/3π. നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇത് അറിയാത്തവർ മുന്നത്തെ സ്ലൈഡൊക്കെ നോക്കിയിട്ട് മുന്നത്തെ വീഡിയോസ് നോക്കി പഠിക്കുക. ഇതാണ് നമ്മളെ സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? x2 y2. സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ് x2 y2, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x2 ആയിരിക്കും, വെർട്ടിക്കലായിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y2 ആയിരിക്കും. നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? ഹിയർ x2 ഇസ് ഈക്വൽ ടു, x2 എന്ന് പറയുന്നത് y ആക്സിസിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഇക്വേഷനാണ് എന്ത്? 4r/3π. ദാറ്റ് ഈസ് 4 ഇൻറ്റു റേഡിയസ് 4.5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു പൈ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് x2 ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും, കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y2 ആണ്. y2 എന്ന് പറയുന്നത് ഈ ഫുൾ ഡിസ്റ്റൻസ് ആണ്, അതായത് ഇത്രയും വരെ റേഡിയസിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് 4.5. അതിൻ്റെ താഴേക്ക് എന്തുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 7.5 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a2 ആണ്. a2 ഇസ് ഈക്വൽ ടു, സെമി സർക്കിളിൻ്റെ ഏരിയ എന്താ? ഫുൾ സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. സെമി സർക്കിൾ ആകുമ്പോൾ πr²/2 വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു r എന്ന് പറയുന്നത് 4.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഈ വാല്യൂസും നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഫിഗറാണ്. തേർഡ് ഫിഗർ എന്ന് പറയുന്നത് ഈ സെമി സർക്കിൾ. ഈ സെമി സർക്കിളിൻ്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സെമി സർക്കിളിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ യെല്ലോ, അതായത് നിങ്ങൾ പേന കൊണ്ടാണ് എഴുതണമെന്നുണ്ടെങ്കിൽ ഡോട്ടഡ് ലൈനായിട്ട് ഈ യെല്ലോ കളർ റെപ്രസെൻ്റ് ചെയ്യുക. ആ ഡോട്ടഡ് ലൈനും കൂടി വരക്കുന്നതാണ് അത്യാവശ്യം. അല്ലെങ്കിൽ നമ്മൾ ആക്സിസ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു ആക്സിസും ഇവിടെ ഒരു ആക്സിസും ഒക്കെ വരച്ചിട്ട് നമ്മളെ x3 y3ൻ്റെ ഒക്കെ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആക്സിസ് പഴയത് തന്നെ, നമ്മൾ ആദ്യം എവിടെയാണോ വരച്ചത് ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ എന്ത് പറയുക? ഡിസ്റ്റൻസ് പറയുക. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെ വരിക? നമുക്കറിയാം സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് വേണമെങ്കിൽ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ, ആ ഡയമീറ്ററിൻ്റെ സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിൽ നിന്നും 4r/3π മാറിയിട്ട് 4 ഇൻറ്റു r ഡിവൈഡഡ് ബൈ 3π ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ എന്ത് വരിക? സെൻട്രോയിഡ് വരിക. ഈ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ് x3 y3 കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. x3 എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണോ? എക്സ് അല്ല, നമ്മൾ എക്സ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എപ്പോഴും എക്സ്. ദാറ്റ് ഈസ് ദിസ് ഇസ് x3 ആൻഡ് ദിസ് ഇസ് y3. അപ്പോൾ ഫ്രം ദ ഫിഗർ x3 ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കണം? ടോട്ടൽ ഈ ഫുൾ ലെങ്ത്ന്ന് 4r/3π മൈനസ് ചെയ്താലാണ് നമുക്ക് ഈ x3 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 മൈനസ് 4 ഇൻറ്റു r എന്ന് പറയുന്നത് 4.5 റേഡിയസ് 4r/3π. ഇത് ചെയ്യുമ്പോൾ
നമുക്കൊരു ആൻസർ കിട്ടും, x3ൻ്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് y3 ആണ്. y3 ഈസ് ഈക്വൽ ടു ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്, സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇത്രയും 4.5 ആണ് റേഡിയസ്, ബാക്കിയുള്ളത് 3 ആണ്. ദർഫോർ 7.5 y3. a3 എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ πr² ആണ് സർക്കിളിൻ്റെ ഏരിയ എങ്കിൽ πr²/2 ആണ് സെമി സർക്കിളിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് π ഇൻറ്റു r എന്ന് പറയുന്നത് 4.5² ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇക്വേഷനും നമ്മളെ കയ്യിൽ കിട്ടി. ദാറ്റ് ഈസ് x ബാർ ഇസ് ഈക്വൽ ടു a1 x1 മൈനസ് a2 x2 മൈനസ് a3 x3 ഡിവൈഡഡ് ബൈ a1 മൈനസ് a2 മൈനസ് a3. ഇവിടെയൊക്കെ മൈനസ് വരാൻ കാരണം എന്താ, രണ്ട് സെമി സർക്കിളും കട്ട് ചെയ്തുകൊണ്ടാണ്. സെക്കൻഡ് ഫിഗറും തേർഡ് ഫിഗറും കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് വൈ ബാർ ആണ്. വൈ ബാർ ഇസ് ഈക്വൽ ടു a1 y1 മൈനസ് a2 y2 മൈനസ് a3 y3 divided by a1 minus a2 minus a3. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും വൈ ബാർ. അപ്പോൾ ഒറിജിനലി നമ്മൾ അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒറിജിനലി നമ്മളെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മളുടെ എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിൻ്റെ വാല്യൂ 6 ആണ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 6 എന്നും വൈ ബാർ ഇസ് ഈക്വൽ ടു 7.5 എന്നാണ് കിട്ടിയത്. അതായത് എക്സിൽ നിന്നും എക്സ് ആക്സിസിൻ്റെ ഈ ഡിസ്റ്റൻസിലൊരു 6 മാറി വൈയിലൊരു 7.5. ഇവിടെയാണ് നമ്മൾ സെൻട്രോയിഡ്. ഈ ഡിസ്റ്റൻസ് 6, ഈ ഡിസ്റ്റൻസ് 7.5. ഈ സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് എന്ത്, എക്സ് ആക്സിസും സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്യുന്ന ഒരു വൈ ആക്സിസും ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ഫിഗർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, IXX കണ്ടുപിടിക്കണം. IXX ഇസ് ഈക്വൽ ടു IXX1. അതായത് ഫുൾ റെക്റ്റാങ്കിൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള ഈ ഫുൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മൈനസ് എന്താണ് സെമി സർക്കിൾ, ഫസ്റ്റ് സെമി സർക്കിൾ ഉണ്ടാക്കുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മൈനസ് ചെയ്യണം. രണ്ടാമത്തെ സെമി സർക്കിൾ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇവിടെ മൈനസ് സൈൻ വരാൻ കാരണം എന്താ, മൈനസ് സൈൻ വരുന്നത് ആ ഫിഗർ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഫിഗർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പ്ലസ് സൈനാണ് കൊടുക്കേണ്ടത്. അതുപോലെ IYY ഇസ് ഈക്വൽ ടു IYY1 മൈനസ് IYY2 മൈനസ് IYY3. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, IXXൻ്റെ വാല്യൂ IYYൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ, ഈ ഒരു വീഡിയോയിൽ ഫിഗർ ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് ഈ പ്രോബ്ലംസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഫിഗേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ കൺസെപ്റ്റ് വന്നു എന്ന് മനസ്സിലാവും. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ചെയ്യാൻ നമുക്ക് കൺസെപ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവും. പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ കൺസെപ്റ്റ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഒറിജിനൽ പ്രോബ്ലംസ് ചെയ്യാൻ കൺസെപ്റ്റ് വേണമെന്നൊന്നുമില്ല, ആ ഒരു ഫ്ലോയിലങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ ഈ ഫുൾ റെക്റ്റാങ്കിൾ ഉണ്ട്. ഫുൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഫുൾ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് 12ഉം ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ഉള്ള ഈ ഫുൾ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ദാറ്റ് ഈസ് IXX1. IXX1ൻ്റെ ഇക്വേഷനാണ് IGX1 പ്ലസ് A1 ഇൻറ്റു h². ഈ ഇക്വേഷൻ എഴുതണം, നിർബന്ധമാണ്. ഏത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കലും ഞാനിനി എഴുതുന്ന ഇക്വേഷൻസ് എഴുതി
ചെയ്തെങ്കിൽ മാത്രമേ തെറ്റാതെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടുപിടിക്കേണ്ട ആക്സിസിനെ എഴുതുമ്പോൾ തന്നെ ഐ ജി അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ IX(x2) ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് എഴുതാം, IG(x2) + A2 × H². അഥവാ ഇനി IY1 ആണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ എന്ത് എഴുതും, IGY1 + A1 × H². അപ്പോൾ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. ബട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രോബ്ലംസ് തെറ്റാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. IGX1 എന്താ നോക്കണം. ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, B × D³ / 12. ആ ടേബിളാർ കോളം എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വേണം. ബേസിക് ഫിഗേഴ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ X ആൻഡ് Y ആക്സിസിൽ പ്ലസ് A1 × H. എന്താ എഴുതാനാണ് പറഞ്ഞത്, ഇവിടെ X1 ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ Hൽ Y ബാർ ആണ് വരിക. ഫസ്റ്റ് ഫിഗറിൻ്റെ ആയതുകൊണ്ട് Y ബാർ മൈനസ് Y1 ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി B × D³. B എന്ന് പറയുന്നത് 12, D എന്ന് പറയുന്നത് 15³ / 12 പ്ലസ് ഫസ്റ്റിൻ്റെ ഏരിയ, ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് 12 × 15 ഇൻറ്റു Y ബാർ എത്ര കിട്ടിയത് 7.5, Y1 എത്ര കിട്ടിയത് 7.5. അപ്പോൾ 7.5 × 7.5ൻ്റെ കുറച്ചിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ 0. ഈ ടേം ഫുള്ളും എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാത്രം ആൻസർ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 15³ വിച്ച് ഇസ് ഈക്വൽ ടു 3375 cm³. ഈ XX1 ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് IX(x2) ആണ്. IX(x2) എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, IG(x2) + A2 × H². രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെമി സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ എന്താ, സെമി സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ടാബുലാർ കോളം നോക്കുക. അറിയില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കണം. πd⁴ / 128 πd⁴ / 128 പ്ലസ് A2 × H. H എന്ത് വരും, X ആണ് ചോദിച്ചെങ്കിൽ Hൽ Y ബാർ ആണ് വരിക. സെക്കൻഡ് ഫിഗർ ആയതുകൊണ്ട് മൈനസ് Y2 സ്ക്വയർ. സ്ക്വയർ ഇടാൻ മറക്കരുത്, എപ്പോഴും എല്ലാവരും ഈ സ്ക്വയർ ഇടാൻ മറക്കലുണ്ട്. ദാറ്റ് ഈസ് π × ഡയമീറ്റർ എത്രയാണ് 4.5 ആണോ, അല്ല 9⁴ / 128 പ്ലസ് A2. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്താ, ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഹാഫ് πr², ദാറ്റ് ഈസ് π × 4.5 സ്ക്വയർ ബൈ 2 ഇൻറ്റു Y ബാർ എന്ന് പറയുന്നത് 7.5 മൈനസ് Y2 എന്ന് പറയുന്നത് 7.5 സ്ക്വയർ. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ബാക്കി വന്നു നമ്മളുടെ IX(x2)ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 160.94 cm⁴ വന്നു. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് IX(x3) ആണ്. IX(x) ഒക്കെ കണ്ടില്ലേ, ഫിഗർ ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻസ് ഇതുപോലെ എഴുതി ചെയ്താൽ മതി. IG(x3) പ്ലസ് പാരലൽ ആക്സിസ് തിയറാണ് ഈ എഴുതുന്നത്. ഈ ഇക്വേഷൻ എഴുതാനാണ് നമുക്ക് ഫിഗറിൻ്റെ ആവശ്യമുള്ളൂ. ഇതന്നെ നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചാൽ പിന്നെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. IX(x3) = IG(x3) + A3 × H². ഇങ്ങനെയുള്ള ഈ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം πd⁴ / 128 പ്ലസ് A3 × H എന്ന് പറയുന്നത് എന്ത് വരും, X3 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് Y ബാർ മൈനസ് Y3 ഹോൾ സ്ക്വയർ. π × D എന്ന് പറയുന്നത് 9⁴ / 128 പ്ലസ് A3 എന്ന് പറയുന്നത് πr² 4.5 സ്ക്വയർ / 2 ഇൻറ്റു 7.5 മൈനസ് 7.5 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 160.94 cm⁴ കിട്ടും. അപ്പോൾ നമുക്ക് 3 കിട്ടി. അപ്പോൾ നമുക്ക് IX(x) എങ്ങനെ കണ്ടുപിടിക്കാം, IX(x) = IX(x1 - IX(x
2 minus ixx 3. ixx1 എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? 3375 മൈനസ് 160.94 മൈനസ് 160.94. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇസ് ഈക്വൽ ടു 3053.1 സെൻറ്റിമീറ്റർ റേസ് ടു 4 കിട്ടും. ചിലപ്പോൾ പോയിൻറ്റിലോ 3053ക്ക് വരും 3051 52 ഒക്കെ കിട്ടുമെന്ന് വരും. അത് കുഴപ്പമില്ല, കുറച്ചൊക്കെ വാല്യൂസിൽ ഡിഫറൻസ് വരും, ഇത്തിരി. അതായത് ഒരു 2-3 വാല്യൂസിലുള്ള ഡിഫറൻസ് വരും. അത് മൈൻഡ് ആക്കണ്ട. ബാക്കിയുള്ള വാല്യൂസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അപ്പോൾ ixxൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? iyyൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം iyy1ൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതും? അതായത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ, അതായത് ഫുൾ റെക്റ്റാങ്കിളിൻ്റെ y ആക്സിസിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ iyy1 ഇസ് ഈക്വൽ ടു igy1 പ്ലസ് a1 ഇൻറ്റു h സ്ക്വയർ. igy1 എന്ന് പറയുന്നത് bd³/12 അല്ല, d ഇൻറ്റു b³/12 പ്ലസ് a1 ഇൻറ്റു h എന്ന് പറയുന്നത് എന്താ വരിക? y1 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതുക എക്സ് ബാർ മൈനസ് x1, ഫസ്റ്റ് ഫിഗർ ആയതുകൊണ്ട് x1 ഹോൾ സ്ക്വയർ. ഡെപ്ത് എന്താ? 15 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഓൾവേസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 12³ ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഫസ്റ്റിൻ്റെ ഏരിയ 12 ഇൻറ്റു 15 ഇൻറ്റു എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6 മൈനസ് x1 എന്ന് പറയുന്നത് 6 ആയിരുന്നു, അതിൻ്റെ സ്ക്വയർ ചെയ്യുക. ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 2160 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും iyy1. അടുത്തത് iyy2 ആണ്. iyy2ന് ഇതുപോലെ ഇക്വേഷൻ എഴുതാം. igy2 പ്ലസ് a2 ഇൻറ്റു h സ്ക്വയർ. igy2 എന്ന് പറയുന്നത് ഇതാ നമ്മൾ ഈ സെമി സർക്കിളിൻ്റെ ഫസ്റ്റ് ഇങ്ങനല്ല ഇതിനല്ലേ സെമി സർക്കിള്, ഇതായിരുന്നു നമ്മൾ സെമി സർക്കിള്, ഫസ്റ്റത്തെ സെമി സർക്കിള്. രണ്ടാമത്തെ സെമി സർക്കിളാണ് ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെമി സർക്കിളിൻ്റെ y ആക്സിസിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഇക്വേഷൻ 0.11 r⁴ ആണ്. അറിയാത്തവർ ആ ടാബുലർ കോളം നോക്കി പഠിക്കുക. പ്ലസ് a2 സെമി സർക്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ πr²/2 ഇൻറ്റു h എന്ന് പറയുന്നത് എന്താ വരിക? y2 ആണ് ചോദിച്ചത്. ദാറ്റ് ഈസ് എക്സ് ബാർ മൈനസ് x2 ഹോൾ സ്ക്വയർ. വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് എന്ന് പറയുന്നത് എന്താ? x2ൻ്റെ വാല്യൂ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എക്സ് ബാറിൻ്റെ വാല്യൂ 6 ആണ്. ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 576.63 സെൻറ്റിമീറ്റർ റേസ് ടു 4 കിട്ടും. സിമിലർലി iyy3 എങ്ങനെ എഴുതും? y3 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെയുള്ള സെമി സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് igy3 പ്ലസ് a3 ഇൻറ്റു h സ്ക്വയർ. ദാറ്റ് ഈസ് igy3 എന്ന് പറയുന്നത് 0.11 r⁴ പ്ലസ് a3 സെമി സർക്കിളിൻ്റെ ഏരിയ πr² ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സ്മോൾ ആർ എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. ഇൻറ്റു h എന്ന് പറയുന്നത് എന്താ? y3 ആയതുകൊണ്ട് എക്സ് ബാർ മൈനസ് x3 ഹോൾ സ്ക്വയർ. ഈ എക്സ് ബാറിൻ്റെ x3ൻ്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 576.63 സെൻറ്റിമീറ്റർ റേസ് ടു 4 നമുക്ക് ആൻസർ കിട്ടും. ഇനി iyy ഇസ് ഈക്വൽ ടു എന്ത് വരണം? iyy1 മൈനസ് iyy2 മൈനസ് iyy3. മൈനസ് അതിന് വരാൻ കാരണം എന്താ? ആ ഫിഗേഴ്സ് എല്ലാം കട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ 2160 മൈനസ് 576.63 മൈനസ് 576.63 is equal to 1006.7 സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഫിഗേഴ്സ് വരച്ച് തന്നെ കണ്ടുപിടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി ഫിഗർ വെച്ച് കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഫുള്ളും എഴുതിയാൽ നിങ്ങൾ ആൻസർ ഒരിക്കലും തെറ്റില്ല. ആ ടാബുലാർ കോളത്തിൽ വന്ന സെമി സർക്കിളിൻ്റെ, റെക്റ്റാങ്കിളിൻ്റെ, സർക്കിളിൻ്റെ ഒക്കെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഇക്വേഷൻ ഒന്ന് തറവായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.